ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് റസ്മലായി ആണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ, സാഫ്രോൺ, കുറച്ച് നട്ട്സ്, ബ്രെഡ് പീസസ്. ഇവിടെ 1/2 ലിറ്റർ മിൽക്കാണ് എടുത്തത്. അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പാല് തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇത് ഓവർ തിക്കാവാൻ പാടില്ല. ഇതിലേക്ക് ഒരു നുള്ള് സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓവർ തിക്കാവാൻ പാടില്ല. ഓവർ തിക്കായ ബ്രെഡിലേക്ക് ഒഴിക്കുമ്പോൾ ബ്രെഡ് ഇത് ഒബ്സർവ് ചെയ്യണമെന്നില്ല. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു 20 മിനിറ്റ് ശേഷം കുക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം. ഇത് കംപ്ലീറ്റ്ലി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് പീസസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പാൽ ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ ഈ ബ്രൗൺ പീസസ് ഒക്കെ നുള്ളിയെടുക്കാം. പാൽ ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുണ്ട്. അത് ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബ്രെഡ് കുതിർത്ത് പോകും. സെർവിങ് ടൈമിൽ നമുക്ക് ബ്രെഡ് പീസസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നല്ല ജ്യൂസി ആൻഡ് ക്രീമിയാണ്. നല്ല ടേസ്റ്റാണ് ഈ റസ്മലായി കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ആവശ്യാനുസരണം ഇങ്ങനെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.